ശബരിമലയിൽ 2024 സ്വർണ്ണപ്പാളികൾ കേടുവന്നതിലും ഹൈക്കോടതിക്ക് സംശയം. 2019 തട്ടിപ്പിന്റെ ബാക്കിയാണോ 2025 ശ്രമമെന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ തിരുവാഭരണ കമ്മീഷണർ നിലപാടെടുത്തു. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനായി നിർദ്ദേശം നൽകിയതായി തിരുവാഭരണ കമ്മീഷണറുടെ പരാമർശമുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോർഡ് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുജ്തബ ചേർന്നിട്ട് വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഹൈക്കോടതിക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നത്? ഇടക്കാല ഉത്തരവിൽ എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? നിലവിലെ ബോർഡ് പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലുണ്ട്, ഇടക്കാല ഉത്തരവിലുണ്ട്. പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതി പറയുന്നത് 2024 ഈ സ്വർണ്ണപാളികൾ കേടുവന്നതായി ഹൈക്കോടതിക്ക് സംശയമുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 2019 ഈ ശബരിമല സന്നിധാനത്തുള്ള ഈ സ്വർണ്ണപാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്നപ്പോൾ 40 വർഷത്തെ വാറണ്ടിയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പക്ഷേ 2024 തന്നെ ഇതിന് ചില തകരാറുകൾ ഉണ്ട് എന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു. ആ കേടുപാടുകൾ, അതായത് 40 വർഷത്തെ വാറണ്ടി ഉണ്ടായ ഈ ദ്വാരപാലക സ്വർണ്ണപാളികൾ, അതിന്റെ കേടുപാടുകൾ മറക്കുന്നതിന് വേണ്ടിയാണോ 2025 ഇത് കൊണ്ടുപോയത് എന്ന് ചില സംശയങ്ങൾ ഉണ്ടെന്നാണ്. അതായത് 2019 കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൊണ്ടുപോയ ആ തട്ടിപ്പിന്റെ ബാക്കി തന്നെയാണോ 2025 നടന്നത് എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് ചില കാരണങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. ആദ്യം ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് അതിനുവേണ്ട ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലായിരുന്നു എന്ന് തിരുവാഭരണം കമ്മീഷണർ നേരത്തെ തന്നെ നിലപാടെടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് 30/7/2025 അദ്ദേഹത്തിന്റെ ഒരു റെഫറൻസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു കത്തുണ്ട്. ആ കത്തിന് ശേഷം 7 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ മൈൻഡ് മാറുകയാണ്, അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ മാറുകയാണ്. അദ്ദേഹം മറ്റൊരു മെയിലിൽ പരാമർശിക്കുന്നത് ഈ വർക്ക് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്ദേശിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം പെട്ടെന്ന് തന്നെ ഈ വർക്ക് തീർക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ട് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യക്തമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ കാലത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് PS പ്രശാന്ത് പലതവണ മാധ്യമങ്ങളിലൂടെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല 8/8/2025 PS പ്രശാന്തിന്റെ, അതായത് നിലവിലെ ബോർഡ് പ്രസിഡന്റിന്റെ അത്തരത്തിലുള്ള താല്പര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്ത് ഹൈക്കോടതി പരാമർശിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് ചേർന്ന 8/8 കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചേരുമ്പോൾ 21/8/2025 ചേർന്ന ദേവസ്വം ബോർഡിന്റെ ഒരു ബോർഡ് മീറ്റിംഗിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടാൻ നിലവിലുള്ള 2025 ബോർഡ് തീരുമാനിച്ചു എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ബോർഡിനും നിലവിലുള്ള ബോർഡ് പ്രസിഡന്റിനുമെതിരെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല 2019 ഈ സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുമ്പോൾ ഭീമമായ സ്വർണ്ണ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പരിശോധിക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ വീഴ്ച ഉണ്ടായിരിക്കെ തന്നെ അത് വീണ്ടും നേരത്തെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് പറയുന്ന ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടാൻ, അതോടൊപ്പം തന്നെ സംശയാസ്പദമായ സാഹചര്യങ്ങളുള്ള, പ്രത്യേകിച്ച് നേരത്തെ ശബരിമലയിലെ 407.9 ഗ്രാം 477.9 ഗ്രാം സ്വർണ്ണം, ഏകദേശം 1/2 കിലോയോളം തൂക്കം വരുന്ന ശബരിമലയിലെ സ്വർണം ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ മെയിൽ അയച്ചപ്പോൾ തന്നെ അത് വേണ്ട, അത് പാടില്ല എന്ന് തടയേണ്ട ഉദ്യോഗസ്ഥർ പകരം ആ പോറ്റിയുടെ കയ്യിൽ തന്നെയാണ് ഈ സ്വർണം വീണ്ടും കൊടുത്തുവിട്ടത് എന്നതുൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവിലുണ്ട്. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതരെ മുഴുവൻ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ സംശയം ഉന്നയിക്കുകയാണ് ഹൈക്കോടതി. 2024 സ്വർണ്ണപ്പാളിയിൽ കേടുവന്നതിൽ ഹൈക്കോടതിക്ക് സംശയമുണ്ടായിരിക്കുകയാണ്. ഇതിലും അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടുള്ളത്. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങാത്ത ഇടവേളയ്ക്ക് ശേഷം.